ഇനി ഇവിടെ മൊത്തം നാഗപടവലമായിരിക്കും. നമുക്കന്നെ അതിന്റെ ഒരു തോട്ടം തന്നെ ഉണ്ടാക്കിക്കളയല്ലേ. അതെ അതെ, നല്ല രസമൊക്കെ കിടക്കുന്നതാണ് അല്ലയോ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനി സ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ നാഗപടവലം അല്ലേ, അതിന്റെ കൃഷി രീതിയാണ്. എങ്ങനെ വിത്തെടുക്കാം, അതെ, വിത്തെടുക്കുന്ന രീതിയും പിന്നെ നടുന്ന രീതിയും അതിൻ്റെ വളപ്രയോഗ രീതിയൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മൾ നട്ടതായ ഒരു ഗ്രോ ബാഗിനകത്ത്, അതായത് നമ്മുടെ തക്കാളിയൊക്കെ കഴിഞ്ഞു, ആ ഒരു ഗ്രോ ബാഗിനകത്താണ് നമ്മളിത് നടാൻ പോകുന്നത്. അപ്പോൾ ആ ഗ്രോ ബാഗ് എങ്ങനെയാണ് ഒരുക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സെപ്റ്റംബറിലേ നട്ടതായ തക്കാളിയൊക്കെ നമുക്കൊന്ന് ഇഷ്ടം പോലെ വിളവെടുപ്പൊക്കെ തന്നിട്ട് ദാണ്ട കണ്ടോ, ഇപ്പോൾ ഇവരെല്ലാം ഉണങ്ങി പാവം. പിന്നെ ഇവരെയൊക്കെ പിഴുത് കളയുന്ന തന്നെ ഒരു സങ്കടമാണ് അല്ലേ, കാരണം അത്രമാത്രം തക്കാളിയായിരുന്നു നമുക്ക് പ്രാവശ്യം കിട്ടിയത്. അവരെല്ലാവരും ഇപ്പോൾ ഉണങ്ങി. ഇപ്പോൾ അത്യാവശ്യം തക്കാളി മാത്രമേ നമ്മുടെ നിൽപ്പുള്ളൂ. അപ്പം അത് പിഴുത് കളഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത കൃഷി നമുക്ക് ഇറക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം തക്കാളി പടർന്ന് കയറാനായിട്ടും കെട്ടി കൊടുക്കാനായിട്ടൊക്കെ നമ്മളൊരു മരക്കമ്പ് നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ടായിരുന്നു നമ്മൾ തക്കാളിയൊക്കെ പിടിച്ച് കെട്ടിയിരുന്നത്. അപ്പം നമുക്ക് ഇനി ഈ പടവലം നടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് മണ്ണിനകത്തുനിന്ന് മാറ്റണം. ഇത് മേളിൽ കെട്ടിയിട്ടിരിക്കുകയാണിത്. അപ്പം ഇത്രയും മണ്ണിനകത്ത് നമ്മൾ നടേണ്ട കാര്യമില്ല. ഇത്രയും മണ്ണിനകത്ത് നമ്മൾ നട്ടാൽ പിന്നെ നമുക്ക് വളമിടാനും മണ്ണിടാനും ഒന്നും ഇതിനകത്ത് സ്ഥലം കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, കുറച്ച് മണ്ണ് നമ്മൾ തട്ടി മാറ്റുകയാണ്. അപ്പം നമ്മുടെ ഈ പച്ച ഗ്രോ ബാഗിനകത്ത് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇട്ടടിച്ച് ഇങ്ങനെ തെറിഞ്ഞാലും അതിന് പൊട്ടലൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇത്രയും മണ്ണ് നമ്മൾ ഈ ഗ്രോ ബാഗിനകത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞു. ഇപ്പം നമുക്ക് അടുത്ത കൃഷിക്ക് നമ്മളിപ്പം തട്ടിയൊന്നും ഇടുന്നില്ല. ഒരു 2-3 കൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മണ്ണൊക്കെ തട്ടി ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയും മണ്ണ് ഇതിനകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ അത്യാവശ്യമുള്ള വേരൊക്കെ, വലിയ വേരൊന്നുമല്ല, ഒരു തക്കാളിയുടെ വേരല്ലേ, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അതിനകത്തിരുന്നോട്ടെ. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. ഇപ്പം നമ്മളിത് എങ്ങനെ ഇട്ടായിരുന്നാലും നമ്മുടെ ഈ പച്ച ഗ്രോ ബാഗിനകത്ത് യാതൊരു കുഴപ്പവും സംഭവിക്കത്തെന്നുള്ളതാണ്. വെള്ളമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ വെടിയങ്ങ് തീരും. വലിയ കല്ലൊക്കെ നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വിത്തിന് നിർത്തിയത് നാഗപടവലമാണിത്. അപ്പോൾ ആകെ കൂടെ നമുക്ക് ഒരെണ്ണയെ പിടിച്ചോളും. അത് ഞാൻ വിത്തിന് നിർത്തിയിരിക്കുകയാണ്. കാരണം നല്ല നീളത്തിൽ നല്ല പഴുത്ത് തൊടുത്തിങ്ങനെ നീക്കുകയാണ്. അപ്പം നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഈ പൊങ്ങച്ച മാത്രമേ ഉള്ളൂ, അതോ അരി ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പം നമുക്കിതിനെ ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. ഇത് നല്ലതുപോലെ പഴുത്ത് നിന്നിട്ട് വേണം നമ്മളിതിനെയൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. പാമ്പിനെ ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. കൊള്ളാമല്ലോ, ഓപ്പറേഷൻ സക്സസ്. പാമ്പിനെ കീറി മുറിക്കുന്ന പോലെ ഉണ്ട്. കൊള്ളാം. ഇങ്ങോട്ടൊന്നുമില്ല, അരിയെല്ലാം അങ്ങ് താഴെ പോയി കേട്ടോ പഴുത്തപ്പോഴത്തേക്ക്. ഇവിടെ ഒന്നുമില്ല. ഇനി ഇങ്ങോട്ട് എന്താണാവോ, അവിടെയും കുറച്ച് അരിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം താഴെ വാല് വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സന്തോഷമായി. അത്യാവശ്യം വിത്തുകളൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ചില വിത്തുകളൊക്കെ അതിനകത്ത് അണ്ടച്ചപ്പായിട്ടുള്ള ഉണ്ട് കേട്ടോ, അണ്ടച്ചപ്പുണ്ട്. അപ്പം നല്ലത് നോക്കി നമുക്ക് പറക്കി വെക്കാം. അതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെക്കണം, ഉണക്കി വെക്കണം. ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്തിട്ട് കഴുകി എടുക്കാം. ബാക്കിയുള്ള സാധനമൊക്കെ കളയാം. അതിനകത്ത് അഴുക്കേ ഉണ്ട് കേട്ടോ. ഇതിനകത്തൊന്നും വിത്തില്ല, പന്നലാണ് അതൊക്കെ. നമുക്ക് പോട്ടെ. ഇനി ഇവിടെ മൊത്തം നാഗപടവലമായിരിക്കും. നമുക്കന്നെ അതിന്റെ ഒരു തോട്ടം തന്നെ ഉണ്ടാക്കിക്കളയല്ലേ. അതെ അതെ, നല്ല രസമൊക്കെ കിടക്കുന്നതാണ് അല്ലയോ. ഇതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് തണലത്ത് ഉണക്കിയിട്ട് ഇനി ഇതെങ്ങനെയാണ് നടുന്നതെന്നും കൂടെ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വിത്ത് നടണമെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ വളം ചേർക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ തക്കാളിക്കൊക്കെ ഇഷ്ടംപോലെ വളമൊക്കെ കൊടുത്ത ഗ്രോ ബാഗാണല്ലോ. അപ്പം നമുക്ക് വിത്തുകൾ അതിനകത്തോട്ട് പാകിയാൽ മാത്രം മതി. പിന്നെ വളർന്നു വരുമ്പം മാത്രം നമ്മൾ പിന്നെ വളങ്ങളൊക്കെ ചേർത്താൽ മതിയാകും. അപ്പോൾ ഇതാണ് നാഗപടവലത്തിൻ്റെ വിത്ത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് കുഴിച്ചിടാം. അപ്പോൾ 2 എണ്ണ ഞാൻ ഇടുന്നുള്ളൂ. അതിപ്പം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അങ്ങ് കുഴിച്ചിട്ടിരുന്നാൽ മതി. അതിൻ്റെ പ്രത്യേകിച്ച് മുകളിലോട്ട് വരണോ താഴോട്ട് വരണോ എന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങ് കിളിച്ച് വന്നോളും.
പിന്നെ ചിലരൊക്കെ ഇത് പിന്നെ വെള്ളത്തിൽ കുതിർത്തിട്ട് ചെയ്യാറുണ്ട്. ഞാനിത് സാധാരണ കുതിർക്കാറില്ല. ഞാൻ ഇങ്ങനെ അങ്ങിട്ട് നമ്മളിതിനകത്ത് വെള്ളം തളിക്കുമല്ലോ, അപ്പോൾ അത് അവർ കിളിച്ച് വന്നോളും. അപ്പം നമ്മൾ 2-3 ചിരട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ചിരട്ടയൊക്കെ നമ്മൾ പാഴാക്കി കളയാതെ ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഗ്രോ ബാഗിൻ്റെ അടിയിലൊക്കെ വെക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊണ്ടോ ചിരട്ടയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്ന്ന് ഇനി മേളിൽ കൊണ്ടുവരാൻ വലിയ പ്രയാസമില്ലല്ലോ. അപ്പോൾ ഇഷ്ടികയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ചിരട്ടയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മേളിൽ കൊണ്ടുവന്നിട്ട് ഗ്രോ ബാഗൊക്കെ അതിൻ്റെ മേളിലാണ്ട് ഇങ്ങനെ അങ്ങ് വെക്കാനായിട്ട് സാധിക്കും. അപ്പം വെള്ളമൊന്നും അധികം കെട്ടിക്കിടക്കത്തില്ല. അപ്പോൾ ഓടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനടിക്ക് വെള്ളമൊക്കെ കെട്ടിക്കിടക്കും. ഇത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ വക്കൊക്കെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ. ഇതിനകത്ത് ഇനി നമ്മൾ നോർമൽ വെള്ളം കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അവർ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി കിളിച്ച് വന്നോളും. പിന്നെ നമുക്ക് ഒരു 4 പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് വളമൊക്കെ ചേർത്താൽ മതി. നമ്മൾ പല കൃഷികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് കുറേ പേര് കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു സംഭവങ്ങളാണ്. പക്ഷേ വയ്യാത്തവരും ആകുന്നവരും കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും എല്ലാം കൃഷിയിലോട്ട് വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാടൊന്നും ഇവിടെ നടന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം മുതലേ പറയുന്നതാണ്, ഒരു 3-4 എണ്ണം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ നടുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് പ്രചോദനമായിട്ട് പലരും ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇന്നലെ നമുക്ക് ഫേസ്ബുക്കിൽ വന്നൊരു മെസ്സേജാണ്, മിനി ചേച്ചി ഇങ്ങനെ ഞാൻ നിങ്ങളുടെ കൃഷി കണ്ടിട്ട് പ്രചോദനമായിട്ട് ഇപ്പം ഞാൻ ടെറസിൽ കൃഷി തുടങ്ങി. എനിക്ക് കാല് കഴിയാത്ത ആളാണ്, അപ്പോൾ ഞാൻ ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നിങ്ങളും ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഓരോന്ന് കൃഷി ചെയ്ത് ഓർഗാനിക് ആയിട്ട് വിഷമില്ലാത്ത ആഹാരം കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. അത് നമ്മൾ ഇൻസ്പയർഡ് ആയെന്ന് അറിയുമ്പോൾ അത് അതിനൊക്കെ സന്തോഷമാണ്. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഷെർലി ഡാനിയൽ ആണെന്നുണ്ടെങ്കിൽ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ഒരു കക്ഷിയാണ്. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോഴാണ് എനിക്കും ഭയങ്കര സന്തോഷം. കാരണം ഷെർലിക്ക് ഇങ്ങനെ ഡയാലിസിസ് ആഴ്ച 3 ദിവസം ചെയ്യുന്നത്, കിഡ്നി ഫെയിലറായിട്ട് 3 ദിവസം ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അത് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് എല്ലാം കമൻ്റ് ഇടാറുണ്ട്, ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഷെർലി ഡാനിയൽ ഇത്രയും എന്താണ് അതിന് പറയുന്നത്, ഡെഡിക്കേറ്റഡ് ആയിട്ട് പിന്നെന്ന് വെച്ചാല് വേറൊരു വാക്കുകൂടെ അതിനകത്തുണ്ട്, എന്താണ് പറയാ, ഉദ്ദേശിക്കുന്നത് ആ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ. ആത്മധൈര്യം എന്നാ മലയാളത്തിൽ പറയുന്നത്. ഒരു ആത്മധൈര്യത്തിന് നമ്മൾ അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ ചേച്ചിമാരുണ്ട് കേട്ടോ, റിട്ടയർഡ് ചെയ്തവരും പല അസുഖങ്ങളുള്ളവർ, തലവേദനയുള്ളവർ, കാല് വയ്യാത്തവർ, ഹാൻഡിക്യാപ്ഡായിട്ടൊക്കെ ഉള്ളവർ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വളരെയധികം സന്തോഷം തന്നെയാണ്. അത് എല്ലാവർക്കും ആ കൃഷി ചെയ്യുന്നവർക്കും വളരെയധികം സന്തോഷം. അത് കാരണം അവർക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നവർക്ക്, കാരണം ഭർത്താവൊക്കെ മരിച്ച് ഉള്ളവർക്ക്, അപ്പോൾ എല്ലാവർക്കും ആ കണ്ടീഷൻ വരാം, അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പലവിധമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നെഗറ്റിവിറ്റി വരും. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്നൊന്ന് മാറി നിന്ന് ഒരു പോസിറ്റീവ് ചെറിയൊരു സന്തോഷം നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് ഒരു പൂ വിരിയുന്നതും കായൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പുതിയ ഒരു ലൈഫ് നമ്മൾ ജനറേറ്റ് ചെയ്ത രീതിയിലുള്ള ഫീൽ ആയിരിക്കും. അപ്പോൾ മോളി ചേച്ചിയും പറയാറുണ്ട് അല്ലേ, മോളി ചേച്ചിക്കും ഭയങ്കര സന്തോഷമാണ്. അത് കൊച്ചു പിള്ളേരുടെ കൂട്ടാണ്. ദിവസവും ചെന്നിട്ട് ദിവസവും ഒരു 3 പ്രാവശ്യമെങ്കിലും ചെന്നിട്ട് ഈ കൃഷിയെല്ലാം ചെന്ന് നോക്കി, അതിന് പൂ വന്നോ, ഇല വന്നോ, കാ വന്നോ, പുഴു വന്നോ എന്നൊക്കെ നോക്കുന്ന ഡെയിലി ആഴ്ച ഒരു 3-4 പ്രാവശ്യമെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. അതുപോലെ മെസ്സേജൊക്കെ ഡെയിലി വിടാറുണ്ട്. ഈ മോളി ചേച്ചി, ഷെർലി ഡാനിയൽ ചേച്ചി എന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രസന്ന ചേച്ചി ഉണ്ട്. പ്രസന്ന ചേച്ചിയും ഇതേപോലെ ക്യാൻസറൊക്കെ ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി നല്ല കൃഷിയാണ് കേട്ടോ. അവർ ടെറസിലൊക്കെ നല്ല അടിപൊളി കൃഷിയാണ് ചെയ്യുന്നത്. ഇവരെല്ലാവരും ഈ കമന്റ്സിലൂടെ നമ്മളായിട്ട് കണക്റ്റഡ് അല്ല, നമ്മൾ ഡയറക്ട്ലി നമ്മളെ കണ്ടാൽ പോലും അറിയത്തില്ല. അപ്പോൾ അത്രയ്ക്കും കണക്ഷനാണ് നിങ്ങൾ സബ്സ്ക്രൈബറുമായിട്ട് ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കമന്റ്സിലൂടെ തന്നെയാണ് അറിയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ചെയ്യുക. ഇനി എന്തായാലും നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കാതെ നമ്മുടെ നാഗപടവലം എങ്ങനെ കൃഷി ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ അരിയെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. അതിനിടയ്ക്ക് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, പറഞ്ഞു. ഇവരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് നമ്മൾ അവരെ ഇതാക്കി പറയുന്നതല്ല. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ അസുഖമുള്ളവർക്കും ഇത് ചെയ്യാൻ പറ്റും.
ആവുന്നവർക്കും ചെയ്യാൻ പറ്റും, വയ്യാത്തവർക്കും ചെയ്യാൻ പറ്റും. ഇതിലൂടെ സന്തോഷം കണ്ടെത്താൻ പറ്റുമെന്ന് ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ വീഡിയോയിലും നമ്മളിങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് പറയാം. കുറെ ചേച്ചിമാര് ജസ്റ്റ് പ്രഗ്നന്റ് ആയിട്ട് കൊച്ചുങ്ങളൊക്കെ ഉള്ളവരാണ്. അവര് അത് വെച്ചിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ഒരു മോട്ടിവേറ്റിംഗ് കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലുപൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കിയ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതെല്ലാവരും നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നല്ലതുപോലെ കലക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മുടെ പടവലത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങ് വെച്ചേക്കണം, ഈ വളമൊക്കെ എടുക്കാനായിട്ടും സ്ലറി ഉണ്ടാക്കാനായിട്ടും ഒക്കെ. കണ്ടോ? അപ്പം നമ്മൾ എടുത്ത ബക്കറ്റിനകത്ത് ഇതിനകത്താണ് എടുക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കാം. നമുക്ക് ഇച്ചിരി കട്ടിക്ക് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ കട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കൊച്ചു ബക്കറ്റിനകത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പടവലമൊക്കെ നല്ലതുപോലെ പടർന്ന് കയറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിപ്പം വളം ചേർക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു 4 പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് ചേർക്കണമായിരുന്നു. എബിനെ നമുക്ക് സമയത്ത് കിട്ടാത്തതുകൊണ്ട് നിറം തിരക്കായതുകൊണ്ടും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ജൈവ സ്ലറി കുറച്ചിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ കൊടുത്തേക്കാം. ഇതിനകത്തിന് നമുക്ക് കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോ പ്രാവശ്യം വളം കൊടുത്തിട്ട് നമുക്ക് കുറേശ്ശെ മണ്ണും കൂടെ ഖരരൂപത്തിലുള്ളതും നമുക്ക് കൊണ്ടിട്ട് കൊടുക്കാം കേട്ടോ. ചാണകവും ഒക്കെ നമുക്ക് അല്ലാതെ ഇതിനകത്ത് ഇടാം. പിന്നെ ഡെയിലി നമുക്ക് ഈ സ്ലറി ഒഴിച്ചു കൊടുക്കാം. ഡെയിലി ഒഴിക്കാനില്ലെന്നുണ്ടെങ്കിൽ ആഴ്ച 2-3 ദിവസമൊക്കെ ഇത് നേർപ്പിച്ച് കൊണ്ട് ഒഴിക്കുന്നുണ്ട് നമ്മുടെ ചെടികൾക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കത്തില്ല. ഇനി നമുക്ക് കുറച്ച് ചൂടൊക്കെ അല്ലേ, കുറച്ച് കരിയിലയൊക്കെ ഇട്ട് പുതയിട്ട് കൊടുക്കാം. കുറച്ച് കരിയിലയും കൂടെയൊക്കെ നമ്മൾ ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാമെങ്കിൽ ഈ നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ അവിടെ കുറേ ഒക്കെ ഈർപ്പം തട്ടി നിൽക്കും. അപ്പോൾ ഇതിനൊരു ചൂടധികം തട്ടാതെ നിൽക്കുകയും ചെയ്യും. നമ്മുടെ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയും ചെയ്യും. അപ്പം നമ്മൾ കരിയിലയൊക്കെ ഇട്ടു, കുറച്ച് മണ്ണും ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് വേണം, കുറച്ചും കൂടെ ഈ സ്ലറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മതി, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിന് നല്ലതുപോലെ അങ്ങ് പടർന്ന് കയറിക്കോളും. ഇനി നമ്മളിതിനെ പന്തലിലോട്ടൊക്കെ ആക്കി കൊടുക്കണം. പന്തലൊക്കെ കിട്ടുന്ന വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ടെറസിൽ പന്തൽ കിട്ടുന്ന രീതിയൊക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതായ 2-3 എണ്ണം ഇവിടെ നിൽപ്പുണ്ട്. 4 ഗ്രോ ബാഗിനകത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ 1-2 എണ്ണമൊക്കെ ഇങ്ങനെ പടർന്ന് കായായിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് കായൊക്കെ ഉണ്ട് കേട്ടോ, അണ്ടൊക്കെ കായൊക്കെ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കവറിട്ട് കൊടുക്കണം. ഓരോ തണ്ടിലും കാകൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. നല്ല നീളത്തിലുള്ള കവറുകൾ, പേപ്പറുകൾ നമ്മൾ കവർ ചെയ്ത് ഇതിനകത്ത് ഇടണം, അല്ലെങ്കിൽ കായ്ച്ചയൊക്കെ വന്ന് കൊത്തും. പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു രോഗം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇല ചുരുണ്ട് പുഴുക്കൾ വരാൻ സാധ്യതയുണ്ട്. ഒരു പുഴു കയറിയാൽ മതി, പിന്നെ ഇതിൻ്റെ ഇല മൊത്തം നശിപ്പിച്ച് കളയും. പെട്ടെന്ന് അവർക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇലയാണിത്. നമ്മൾ പിന്നെ ഡെയിലി കൊന്നാലും പിന്നെയും പുഴുക്കൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പം വിവേറിയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാമെന്നുണ്ടെങ്കിലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്യാമെന്നുണ്ടെങ്കിലും ഈ പുഴുവിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നിർത്താൻ സാധിക്കും. അതിലുപരിയായിട്ട് നമ്മുടെ നോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. എന്നും രാവിലെയും വൈകുന്നേരമൊക്കെ വന്നിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പുഴുവിനെയൊക്കെ ഒന്ന് തുരത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെയും വളപ്രയോഗങ്ങളൊക്കെ ഇത് വളരുന്നതിനനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നല്ല വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോഴേ കൃഷികളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ വിഷുവിന് നല്ല വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബറായ കൈലാസ് നമ്മുടെ കൃഷി രീതികളും ടിപ്സും വളപ്രയോഗ രീതികളൊക്കെ കണ്ടിട്ട് ടെറസിൽ കൃഷി ചെയ്ത വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. നല്ല രീതിയിൽ വിളവെടുക്കുകയും നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കൃഷി രീതികളൊന്ന് കണ്ടു നോക്കുക. ഹായ് മിനി ചേച്ചി, ഞാൻ കുറച്ച് ദിവസമായി സംസാരിച്ചിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൃഷി എന്തായാലും ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിലൊക്കെ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പം അതിനൊരു വീഡിയോ അയച്ചു തരാമെന്ന് കരുതി. അപ്പം എന്താ, വഴുതനങ്ങ ചെടി, വെണ്ടയ്ക്ക, ചുമപ്പും ഉണ്ട്, പച്ചയുണ്ട്. ചുമപ്പ് ഞാൻ ആദ്യമായിട്ട് നടന്ന്, പക്ഷെ നല്ല രീതിയിൽ വളരുന്നുണ്ട്.
ഞാൻ മിനിച്ചേച്ചി പറയുന്ന പോലെ സൂപ്പർ മീല്, ചാരം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, പിന്നെ നമ്മുടെ ജൈവ സ്ലറി, ഏറ്റവും ഹിറ്റായ ജൈവ സ്ലറി അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം വളരുന്നുണ്ട്. ഇതാ കുറ്റിപ്പയർ, കാന്താരി, ഇവിടെ ഒരു വെള്ള കാന്താരി ഉണ്ട്, നല്ലോണം പൂക്കുന്നുണ്ട്. എല്ലാ പൂവും കായും ആവുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാം പറിക്കുന്നില്ല, കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് 2-3 വിട്ടിട്ടുണ്ട്. അത് മിനിച്ചേച്ചി പറഞ്ഞ ഒരു രീതിയാണ്. ഇത് ഈ 3 ചെടിയിൽ നിന്ന് എനിക്ക് 1 കിലോ, നല്ല കിലോ കണക്കിന് മുളക് കിട്ടിയിട്ടുണ്ട്. എന്നാലും അത് പൂക്കുന്നു കായ്ക്കുന്നുമുണ്ട്. പിന്നെ കത്തിരിക്ക, രമ്പയില, വഴുതനങ്ങ. ഇത് വാളരിപ്പയറായിരുന്നേ, അതുകൊണ്ട് ഞാനത് അറിഞ്ഞില്ല. ഞാൻ എടുത്ത് പുഴുത് കളഞ്ഞു. പക്ഷേ പിന്നീട് അറിഞ്ഞ വളരിയാണ്. പിന്നീട് നട്ടു വെച്ചു. ഇപ്പം ജീവനോടെ വരുന്നുണ്ട്. ഇതുണ്ട് എത്ര നിരവധി പൂക്കളാണ്. മിനിച്ചേച്ചി പറഞ്ഞില്ല, ചാരവും പുളിച്ച കഞ്ഞിവെള്ളം കൂടെ കലക്കി ഒഴിച്ചാൽ മതി. എല്ലാം പൂത്ത് എല്ലാം മുളക് വരും. പിന്നെന്താ മുളക്, കോവയ്ക്ക നല്ല രീതിയിൽ പടർന്നു വന്നതാണ്. അപ്പം ഞാൻ ഈ മെയിൻ സ്റ്റെം മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഉണങ്ങി വരുന്ന രീതിയിൽ ഉണങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ സ്റ്റെം മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പം എന്താ പുതിയ തളിരെല്ലാം വന്നു തുടങ്ങി. അതാ വീശാനും പന്തെല്ലാം വീശാനും തുടങ്ങി. അത് ഈ സ്റ്റേജിൽ തന്നെ കായ്ച്ചതാ കോവയ്ക്ക് തരാനും തുടങ്ങി. അപ്പം ഇതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ പച്ച ഗ്രോ ബാഗ് മിനിച്ചേച്ചി പറഞ്ഞാണ് മേടിച്ചത്. എല്ലാവരും ചാനലിൽ കാണണമെങ്കിൽ, ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചേച്ചി പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലൊരു സ്വർഗ്ഗലോകം ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നമ്മൾ കുറച്ച് സമയം ഡെഡിക്കേഷൻ മാത്രം, പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റും സ്നേഹം മാത്രം കാണിച്ചാൽ മതി. ഇതുപോലെ നമുക്ക് ചെടികളിൽ നിന്ന് വെണ്ടയ്ക്കയും ചീരയും വഴുതനങ്ങയും പയറും മല്ലിയിലയും മുളകെല്ലാം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. ശരി, ബൈ. അപ്പോൾ ഈ വീഡിയോ അയച്ചു തന്ന കൈലാസിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. ഈ കൃഷി രീതികളൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വളപ്രയോഗങ്ങളും ടിപ്സുകളൊക്കെ എല്ലാവരും ഉപകാരപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. വളരെയധികം നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് നമ്മുടെ ടിപ്സുകളൊക്കെ ഉപകരിക്കും. അപ്പോൾ ഇനിയും കൃഷി ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി കൃഷി ചെയ്യാനായിട്ട് ഒട്ടും സമയം പോയിട്ടില്ല, എളുപ്പം തന്നെ ചെയ്യുക. അപ്പം നമ്മുടെ പടവലത്തിൻ്റെ കൃഷി രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പം നിങ്ങളും ഇതേപോലെ ഒരു 2 പടവലമെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതലൊന്നും നടണമെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ളത് നട്ടുപിടിപ്പിക്കുക. പിന്നെ നമ്മൾ കൂടുതൽ പിടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാനും കൂടെ പഠിക്കുക. നമ്മുടെ അടുത്തുള്ളവർക്ക് കൂടെ നമ്മൾ കൊടുക്കുക. അപ്പം നമ്മൾ ഈ കൊടുത്ത ശീലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാവും. കാരണം ഈ അണുകുടുംബത്തിലൊക്കെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ കൊടുത്ത് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഷെയർ ചെയ്യുന്ന ശീലമൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളുടെ കൊടുത്ത് അപ്പുറത്തെ വീട്ടിൽ ആ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ പടവലത്തിൻ്റെ കൃഷി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ ഷെയർ ചെയ്യാട്ടോ. ഇത് ഷെയർ ചെയ്യുമ്പോൾ അത് ഷെയറിങ് ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതേപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.